ആഹാ പൂവാലൻ ചെമ്മീൻ. ഇതെന്തിനാണെന്നറിയോ? നമുക്ക് അച്ചാറിടാനായിട്ടുള്ളതാണ്. അതായത് നമുക്ക് ഒരുപാട് പേര് ചോദിച്ചു ചെമ്മീൻ അച്ചാർ വേണം, ചെമ്മീൻ അച്ചാർ വേണമെന്ന്. ഓക്കെ, നിങ്ങളെ വാക്ക് ഞാൻ മാനിച്ചുകൊണ്ട് നമുക്ക് കുറച്ച് ചെമ്മീൻ മേടിച്ച് അച്ചാറങ്ങ് ഇട്ടേക്കാം. എന്നാ ആവശ്യപ്പെട്ടവരും ഇനി ആവശ്യപ്പെടാനുള്ളവർക്കും എല്ലാവർക്കും വേണ്ടി നമ്മളൊന്ന് റെഡിയാക്കുകയാണ്. ഞാൻ താമസിക്കുന്ന കോട്ടയം ജില്ലയിൽ ചങ്ങനാശ്ശേരി എന്ന് പറയുന്ന സ്ഥലത്താണ്. തൃക്കുന്നപ്പുഴയിൽ നമുക്ക് കൊണ്ടു തന്നതാണ്. ഇദ്ദേഹം കൊണ്ടുവന്നാണ്. ഇദ്ദേഹം തൃക്കുന്നപ്പുഴയിലുള്ളതാണ്. അപ്പം എങ്ങനെ നമ്പർ നമ്മുടെ കിട്ടിയപ്പോൾ വിളിച്ച് ചോദിച്ചാണ്. പുള്ളി കൊണ്ടു തന്നതാണ്. നല്ല അടിപൊളി പൂവാലൻ ചെമ്മീൻ. അപ്പോൾ ഇത്രയും വേണ്ട, കാര്യം ഇത് ഒരുപാടുണ്ട്. നമുക്കൊരു 10-20 രൂപ മതി. തൂക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് തൂക്കി മേടിക്കാം. ഞാൻ മീൻ, ബീഫ്, മാങ്ങ, നെല്ലിക്ക, നാരങ്ങ ഇങ്ങനെയുള്ള അച്ചാറൊക്കെയാണ് നമ്മുടെ കയ്യിലുള്ളത്. ഇപ്പോഴും ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നതും റെഡിയാക്കി വെച്ചിരിക്കുന്നതൊക്കെയാണ്. അപ്പം ചെമ്മീൻ ചെയ്യാത്തതിൻ്റെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് പൊളിച്ചെടുക്കുന്ന ഒരു ബുദ്ധിമുട്ട് ഓർത്ത്. കാര്യം 1 കിലോ പൊളിച്ചെടുത്ത് എത്ര കിട്ടും? 1/2 കിലോ കിട്ടും. ആ, ഇദ്ദേഹം തന്നെ പറയണം 1 കിലോ എടുത്താൽ 1/2 കിലോ പോലും കിട്ടത്തില്ലെന്നാണ് ഇദ്ദേഹം പറയുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇത് ഞാൻ കൂടുതലും ഉപയോഗിക്കാത്തത്. ഇത് നല്ല അടിപൊളി ഫ്രഷ് കേട്ടോ. ഏതായാലും നിങ്ങൾ ആവശ്യപ്പെട്ടതല്ലേ, എനിക്കത് ചെയ്യാതിരിക്കാൻ പറ്റുമോ? തീർച്ചയായിട്ടും. അതുകൊണ്ടാണ് നമ്മളിന്ന് റെഡിയാക്കുന്നത്. അപ്പോൾ ഇത് നമുക്കിങ്ങനെ കയ്യിൽ ഇതിന് മുള്ളുണ്ട്. മുള്ളു കൊള്ളാതെ വേണം നമുക്കത്. ഏതൊക്കെ സൈസ് ചെമ്മീനുണ്ട്? പൂവാലുണ്ട്, കരിക്കാടിയുണ്ട്, കഴുന്തനുണ്ട്, ഞാറുണ്ട്. പൂവാലൻ, കരിക്കാടി, കഴന്തൻ, ഞാരൻകൊഞ്ച് അതിനൊക്കെ വലിയ വിലയൊക്കെ. അതൊക്കെ നിങ്ങൾ കടലിൽ പോയി മീൻ പിടിക്കാൻ പോകും? ഞാൻ നേരത്തെ പോയി പോകാനും ഇപ്പോൾ പോകത്തില്ല. ഇപ്പം മീൻ വിൽക്കുന്ന പരിപാടിയാണ്. ഇപ്പം മീൻ കടപ്പുറത്തുനിന്ന് എടുത്തിട്ട് ഇതുപോലെ വണ്ടിയൊക്കെ വണ്ടി റൂട്ടുകളിൽ കൊണ്ട് വിൽക്കും. ശരി. മേടിച്ചു. ഇത് ഞാൻ 20 രൂപ എടുക്കുന്നുണ്ട്. മൊത്തം തട്ടെങ്കിൽ വേണ്ട, അത്രയും വേണ്ട. 25 കിലോ ഇടും. പിന്നെ അപ്പോൾ ശരി, 25 കിലോ എടുക്കാം. അല്ല, അപ്പോൾ ഒരു 10-12 കിലോ കിട്ടുമായിരിക്കും. 15 കിലോ കിട്ടുമോ? 25 കിലോ ഇട്ടാൽ കൂടെ ഗ്രേവിയൊക്കെ വരുന്നുണ്ടല്ലോ. 25 കിലോ ഇട്ടാൽ 15 കിലോ കിട്ടുമോ? ആ, അത്ര കണ്ടു. ആ, പെട്ടെന്ന് പൊളിച്ചെടുക്കാം. 20 കിലോ മീനാണ് നമ്മൾ ആവശ്യപ്പെട്ട്. അപ്പോൾ ഈ എണ്ണം പറഞ്ഞ് ഇച്ചിരി എടുക്കാൻ ശരി, 25 ആക്കിക്കോ. 5 കിലോയുടെ കൂടുതൽ ഒന്നും വരാനൊന്നുമില്ല. എല്ലാം നിരമ്പാതെ വരും. ഒന്നാ വേണ്ടി ആക്കുന്നത്. പിന്നെ എൻ്റെ കയ്യെ മുള്ളുണ്ട്. വേണ്ട, എണ്ണ മൂർച്ച മതി. ഈ ചെമ്മീൻ പല ഐറ്റം ചെമ്മീനുകളുണ്ട്. അപ്പം ഇത് കൊണ്ടു തന്ന പുള്ളി പറഞ്ഞത് പൂവാലൻ ചെമ്മീൻ ഇതാണ് ഏറ്റവും നല്ല അച്ചാറെന്ന്, ഇതാണ് ഏറ്റവും എല്ലാവരും മേടിക്കുന്നതും ഇതാണ് ഏറ്റവും നല്ലതെന്നാണ് പറയുന്നത്. ഏതായാലും ഇത് പൊളിച്ച് റെഡിയാക്കി എടുക്കാൻ കുറേ സമയമാവും. അപ്പോൾ ഇത് പെതുക്കെ കുറച്ചുകൂടെ കഴിച്ചിട്ട് വേണം പെതുക്കെ പണി തുടങ്ങാനായിട്ട്. അപ്പം നമ്മളെ ചെമ്മീൻ പൊളിയാണ്. എല്ലാം പൊളിച്ച് വൃത്തിയാക്കട്ടെ. ആ പുള്ളി പറഞ്ഞ എന്നാണെന്നറിയോ, അവിടെ ഈ ചെമ്മീൻ പൊളിച്ച് ക്ലിയറാക്കി കൊണ്ട് തരുമെന്നാണ് പറഞ്ഞത്. പക്ഷേ ഇനിയും നമ്മൾ അങ്ങനെ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇതെല്ലാം പൊളിച്ചൊന്നും എടുക്കട്ടെ. 25 കിലോ ഉണ്ട്. അത് പൊളിച്ചെടുക്കുമ്പോൾ കുറച്ച് സമയം എടുക്കും. കാര്യം ഓരോന്നോരോന്നല്ലേ എടുത്ത് പൊളിച്ചെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവരൊക്കെ വെള്ളത്തുള്ളതും നമ്മളെ പ്രിയപ്പെട്ടവരൊക്കെയാണ്. അപ്പോൾ അവരെല്ലാവർക്കും കൂടെ സഹായിക്കണം. ഇതിൻ്റെ നടുക്കൊരു നാര് പോലത്തെ ഒരു കറുത്ത ഒരു സാധനമുണ്ട്. അതെടുത്ത് കളഞ്ഞിട്ട് വേണം നമുക്ക് എടുക്കാനായിട്ട്. അപ്പോൾ ഇതെല്ലാം നല്ലപോലെ പൊളിച്ച് വൃത്തിയാക്കി എടുത്തിട്ട് വേണം, നല്ലപോലെ കഴുകി ക്ലിയർ ആക്കിയിട്ട് വേണം നമുക്കത് അച്ചാറിടാനായിട്ട്. അപ്പോൾ ഇതെല്ലാം ഒന്ന് വൃത്തിയാക്കി എടുക്കട്ടെ. ഏകദേശം ഒരു 4-5 മണിക്കൂറുകളായിരുന്നു ഇതൊന്ന് പൊളിച്ച് റെഡിയാക്കി എടുക്കാനായിട്ട്. 25 കിലോ അല്ലേ, ഒന്നാമത് ഈ വലുതല്ലല്ലോ, ഒരു മീഡിയം രീതിയിലുള്ള സാധനമാണ്. നല്ലപോലെ പൊളിച്ച് അതെടുത്ത് അതിൻ്റെ പുറത്ത് ഒരു കറുത്ത വര പോലുണ്ട്, അതെല്ലാം കളഞ്ഞ് വൃത്തിയാക്കിയിട്ട് വേണം നമുക്ക് റെഡിയാക്കി എടുക്കാൻ. പൊളിച്ച് റെഡിയാക്കി വന്നപ്പോഴത്തേക്കും ഒരു അരക്കൊട്ട കഷ്ടിച്ച്. അപ്പോൾ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നതാണ്. വെള്ളം പാലാനായിട്ട് വെച്ചിരിക്കുകയാണ്. ഇത് കഴുകി വാരിയൊക്കെ വെക്കുന്നതൊക്കെ കാണിക്കണമെന്നുണ്ടായിരുന്നു. കാര്യം വെട്ടമില്ല. ഇപ്പം തന്നെ സമയം ഒരുപാടായി, രാത്രിയായി.
ഇപ്പം നമ്മൾ വീടിൻ്റെ അകത്താണ് ഇതിപ്പം റെഡിയാക്കുന്നത്. ഇത് വെള്ളം പാർന്ന ശേഷം ഇതേപോലെ ചെമ്പിൻ്റെ അകത്തോട്ട് കുടഞ്ഞിടും. ഇപ്പോൾ ചെമ്പിൻ്റെ അകത്ത് ഇട്ട ശേഷം നമ്മൾ കുറച്ച് മുളക് പൊടി അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഗ്ലൗസൊക്കെ ഇട്ട് ചെയ്യാം. കാരണം ഇത് നമ്മൾ പല ആൾക്കാർക്കും കഴിക്കണ്ടേ. അപ്പം നല്ല വൃത്തിയായിട്ട് തന്നെ വേണം ചെയ്യുക. മുളക് പൊടി ഇട്ടതിന് ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി, ഇതേപോലെ ഒരു സ്റ്റീൽ തവി, നമുക്ക് ആവശ്യമുള്ള മഞ്ഞൾപ്പൊടിയും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഇതുപോലെ ഒരു സ്റ്റീൽ തവി മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. ഇത് നമുക്ക് ഇതിനാവശ്യമുള്ള ഉപ്പ് പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. കുറച്ച് ഉപ്പ് പൊടിയും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഇപ്പോൾ ഉപ്പ് പൊടി കുറവാണെങ്കിൽ കുഴപ്പമില്ല, കാര്യം അച്ചാറിടുമ്പോഴത്തേക്കും നമുക്കത് നോക്കിയിടാനുള്ളതാണ്. ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. പിന്നെ ഇപ്പം ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടി മാത്രമേ ഇടുന്നുള്ളൂ. വേറെ പൊടികൾ ഐറ്റമായിട്ട് നമ്മളിപ്പോൾ ഒന്നും ചേർക്കുന്നില്ല. നല്ലപോലെ ഒന്ന് ഇളക്കി, കാര്യം ഇതിലെ ഉപ്പും ആ മുളക് പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ ഒന്ന് പിടിക്കണം. നല്ലപോലെ നമ്മളൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഏകദേശം ഒരു 10-20 മിനിറ്റെങ്കിലും ഒന്ന് ഇരിക്കണം. ഏകദേശം ഒരു 10-20 മിനിറ്റോളമായി. ഇനി അത് നമുക്ക് ഒന്ന് വറുത്തെടുക്കാം. അടുപ്പൊന്ന് കത്തിച്ച് നമ്മളൊരു ഉരുളി അങ്ങോട്ട് വെച്ചു, കുറച്ച് എണ്ണ അങ്ങോട്ട് ഒഴിക്കുക. നമ്മൾ കുറച്ച് നല്ലെണ്ണയാണ് ഒഴിക്കുന്നത്. നല്ലെണ്ണയ്ക്കകത്താകുമ്പോഴത്തേക്ക് അച്ചാറിട്ടാലേ കുറേ നാൾ നമുക്ക് കേടുകൂടാതിരിക്കുകയും ചെയ്യും. എണ്ണ നല്ലപോലെ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് പുരട്ടി വെച്ചിരിക്കുന്ന നമ്മൾ ചെമ്മീൻ അവിടെ കുറേശ്ശെ അങ്ങോട്ട് ഇട്ട് കൊടുക്കും. അപ്പോൾ ഇത് നമുക്കൊന്ന് ഫ്രൈ ആക്കി എടുക്കണം. ഒരുപാടങ്ങ് ഫ്രൈ ആക്കണ്ട, ഒരു മീഡിയം രീതിയിൽ ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം. ഒരു 3-4 മിനിറ്റ് നല്ലപോലെ ചൂടായ എണ്ണയ്ക്കകത്തിട്ട് ഇതേപോലെ ഈ ഒരു രീതിക്ക് മാത്രം റെഡിയാക്കിയാൽ മതി. ഇതേപോലെ ഇനി നമുക്ക് നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന പോലെ തന്നെ ബാക്കി ഒന്ന് വറുത്തെടുക്കും. ഇതേപോലെ എല്ലാ ഭാഗത്തും എണ്ണയ്ക്കകത്ത് ഇട്ട ഉടനെ ഇളക്കണ്ട. ഒരു 1-2 മിനിറ്റ് കഴിഞ്ഞ ശേഷം മാത്രം ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ ഇതേ രീതിയിൽ തന്നെ ബാക്കിയുടെ വറുത്തെടുക്കട്ടെ. കുറച്ച് സമയം എടുക്കും. അപ്പോൾ സമയം ഒരുപാടായി, പാതിരാത്രിയായി. കാര്യം ഇത് വറുത്ത് വന്നപ്പോഴത്തേക്ക് അത്ര സമയമായി. ഇനി നമ്മളിതെല്ലാം കോരി എടുത്തിട്ട് നാളെ രാവിലെ അച്ചാറിടാം. കാര്യം വറുത്ത് വെച്ചിരിക്കുന്നതുകൊണ്ട് അഴുക്കാത്തില്ല. ലാസ്റ്റത്തെയാണ് നമ്മൾ വറുത്തിട്ട് ഇങ്ങനെ കോരി അങ്ങോട്ടില്ല. 25 കിലോ ചെമ്മീനാണ് ഈ കിടക്കുന്നത്. ഇനി ഇതങ്ങ് നിർത്താം. നമുക്കൊരു 15 കിലോ എങ്കിലും കിട്ടുമെന്നാണ് ഓർത്ത്. പക്ഷേ വറുത്ത് വരുമ്പോൾ അത്രയൊന്നും കിട്ടത്തില്ല. ഇപ്പോൾ ചെമ്മീനൊക്കെ വറുത്ത് വെച്ചു. ഇനി രാവിലെ നമുക്ക് അച്ചാറാണ് കിട്ടേക്കും അല്ല. അപ്പോൾ രാവിലെയായി. ഇനി നമുക്ക് ആ ചെമ്മീൻ അച്ചാർ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇനി നമുക്ക് അടുപ്പ് ഒന്നുകൂടെ കത്തിക്കാം. നമ്മൾ ഈ ഒരു ചെറിയ ചെമ്പിൻ്റെ അകത്താണ് അത് റെഡിയാക്കുന്നത്. അത് ചൂടായ ശേഷം കുറച്ച് നല്ലെണ്ണ അങ്ങോട്ട് ഒഴിക്കും. 1 കിലോ നല്ലെണ്ണ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ നന്നായിട്ട് ചൂടായ ശേഷം കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക. കടുക് ഒന്ന് പൊട്ടിയ ശേഷം വെളുത്തുള്ളി നമ്മൾ ഏകദേശം ഒരു കിലോ അടുത്ത് വെളുത്തുള്ളി ഉണ്ട്. വെളുത്തുള്ളി ഒന്ന് ഇളക്കി കൊടുത്ത്, കാരണം വെളുത്തുള്ളി മൂക്കാൻ താമസം, അതുകൊണ്ടാണ് ആദ്യമേ തന്നെ വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ കടുകെല്ലാം പൊട്ടിയ ശേഷം നമ്മൾ വെളുത്തുള്ളിയൊക്കെ ഇട്ട് ഒരു പകുതി മൂപ്പാകുമ്പോഴത്തേക്കും ഇഞ്ചി അരിഞ്ഞ് വെച്ചിരിക്കുന്നു, ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്നു. ആ ഇഞ്ചിയും കൂടെ ഇതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കും. ഒരു 1/2 കിലോ ഇഞ്ചിയുണ്ട്. കൂട്ടത്തിൽ പച്ചമുളക് ഒരു 10-12 പച്ചമുളകുണ്ട് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്നത്. കാരണം നല്ല എരിവാണ്. എരിവ് നോക്കി ആവശ്യത്തിന് പച്ചമുളകൊക്കെ നമ്മൾ ഇപ്പോൾ ചെറിയ തോതിലായാലും വലിയ തോതിലായാലും ചേർക്കാൻ മതി. ഇനി അതെല്ലാം അവിടെ നിന്ന് ഇളക്കി ഇതെല്ലാം ഒന്ന് മൂക്കട്ടെ. രണ്ടും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളി എല്ലാം ഒന്ന് മൂത്ത് വേണം.
ഇനി നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ആ കറിവേപ്പില കൂടി ഇട്ട് ഇളക്കി കൊടുക്കും. ഈ കറിവേപ്പിലയ്ക്കകത്തൊക്കെ വെള്ളമയം ഉണ്ടല്ലോ, ആ വെള്ളമയമൊക്കെ പോവാണ്. അച്ചാറിടുമ്പോഴത്തേക്ക് ഒരല്പം പോലും വെള്ളമയം കാണരുത്. കാരണം ഇരിക്കേണ്ടതുകൊണ്ട് വെള്ളം ഉണ്ടെങ്കിൽ പെട്ടെന്ന് കേടാകാൻ സാധ്യതയുണ്ട്. അപ്പം നമ്മുടെ ഇഞ്ചി, വെളുത്തുള്ളി, മുളകും കറിവേപ്പിലയും എല്ലാം ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇതേപോലെ മൂത്ത് വരുമ്പോഴത്തേക്കും തീ കുറച്ച് വെച്ചിട്ട് ഇനി നമുക്ക് പൊടികളൊക്കെ ചേർക്കാം. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കായപ്പൊടി, ഉലുവാപ്പൊടി, കുരുമുളക് പൊടി, ഇതെല്ലാം നമുക്ക് ഇത്ര ആവശ്യത്തിന് എടുക്കാമെന്നുള്ളതേ ഉള്ളൂ. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് എരിവുള്ളതും എരിവില്ലാത്തതും കൂടാണ് നമ്മൾ മുളക് പൊടിയൊക്കെ എടുത്തിരിക്കുന്നത്. ഒന്ന് മിക്സ് ചെയ്തിട്ട് അങ്ങോട്ടിട്ട് കൊടുക്കും. നീ ഇതങ്ങോട്ട് ഇളക്കി നന്നായിട്ട് ഇളക്കി നമ്മൾ ചേർത്തിരിക്കുന്ന ആ പൊടികളൊക്കെ ഒന്ന് മൂക്കണം. ആ പൊടികളുടെ പച്ചച്ചവ മാറിയ ശേഷം നമ്മൾ ചെമ്മി വറുത്ത എണ്ണ, ആ എണ്ണ അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കുകയാണ്. ആ എണ്ണ നമ്മൾ ഒഴിച്ചതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്. ഇളക്കി ഇനി നമുക്ക് കുറച്ച് വിനാഗിരി ഒഴിച്ച് കൊടുക്കണം. കാര്യം അച്ചാറിനാകുമ്പോഴത്തേക്കും വിനാഗിരി ഒഴിച്ച് പറ്റുള്ളൂ. ഇനി നമുക്ക് ഒരല്പം ഉപ്പ് പൊടി അങ്ങോട്ടിട്ട് കൊടുക്കാം. അതായത് ആവശ്യമുള്ള ഉപ്പ് പൊടി. ആ ഉപ്പ് പൊടിയും കൂടെ ഇളക്കി നമ്മൾ 1 ലിറ്റർ വിനാഗിരിയാണ് ചേർത്തിരിക്കുന്നത്. നല്ലതുപോലെ മിക്സ് ചെയ്ത് ഇതിൻ്റെ ഉപ്പും ഒക്കെ നോക്കണം കേട്ടോ. ഇതേപോലെ എണ്ണ ഒന്ന് തെളിയുമ്പോഴത്തേക്കും നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ചെമ്മീൻ, ആ ചെമ്മീൻ അങ്ങോട്ട് ഇട്ട് കൊടുക്കും. ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കുക. ഈ വറുത്ത് വെച്ചിരിക്കുന്ന ചെമ്മീൻ നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം. നല്ലപോലെ ഒന്ന് ഇളക്കി നമുക്കിതിൻ്റെ ടേസ്റ്റൊക്കെ നോക്കണം. പിന്നെ വേറെ ഉണ്ട്, ഉപ്പും അതുപോലെ തന്നെ എരിവും പുളിയൊക്കെ നമ്മുടെയൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ഇതിപ്പം നമ്മളൊരു കോമൺ ആയിട്ടുള്ള രീതിയിലാണ്. കാരണം എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടും. ആ രീതിയിലാണ് നമ്മളിപ്പോൾ ചെയ്തിരിക്കുന്നത്. നമ്മുടെ ചെമ്മീൻ അച്ചാർ റെഡി ആയിട്ടുണ്ട്. ഒന്ന് ഇതേപോലെ ഒന്ന് ചൂടായിട്ട് ഒന്ന് വാങ്ങി അങ്ങോട്ട് വെക്കാം. ഈ അച്ചാറിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, ഉപ്പും പുളിയും ഒക്കെ കറക്റ്റ് പാകത്തിന് വരുമ്പോഴത്തേക്കാണ് അച്ചാർ നല്ല ടേസ്റ്റാണ്. ഇതിപ്പോൾ അതേപോലെ നല്ല ടേസ്റ്റ് തന്നെ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇനി അടുപ്പങ്ങ് നിർത്താം. ഇപ്പം നല്ലപോലെ ചൂടായതിന് ശേഷം അടുപ്പങ്ങ് നിർത്തി ഒട്ടുമിക്ക വീടുകളിലും എല്ലാവർക്കും അച്ചാറൊക്കെ ഉണ്ടാക്കാറില്ല. ആർക്കും അറിയാൻ വയ്യാത്ത ഐറ്റമൊന്നുമല്ല. പിന്നെ മെനക്കെട്ടിരുന്ന് ചെയ്യാൻ വയ്യാത്തതുകൊണ്ട് ബുദ്ധിമുട്ട് ഓർത്തിട്ടാണ് പലരും മേടിക്കുന്നത്. അപ്പം നിങ്ങൾ പലരും നമ്മുടെ അച്ചാറൊക്കെ മേടിച്ചിട്ടുണ്ട്. എല്ലാം നല്ല അഭിപ്രായങ്ങളാണ് പറഞ്ഞത്. തീർച്ചയായിട്ടും ഇതും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അപ്പം നമ്മുടെ നിലവിലുള്ള അച്ചാറുകളൊക്കെയാണ് ഇതൊക്കെയുള്ളത്. മാങ്ങ, നെല്ലിക്ക, ബീഫ് അച്ചാർ, മീനച്ചാർ, നാരങ്ങ അച്ചാർ, മസാലപ്പൊടി, ഇപ്പം ചെമ്മീൻ അച്ചാറും റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ട് ഉള്ള ഒരു ചെമ്മീൻ അച്ചാറാണ്. ഇത് കാണുമ്പോഴേ നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ ഇത്ര ഐറ്റങ്ങൾ നമ്മുടെ കയ്യിൽ ഇപ്പോൾ സ്റ്റോക്ക് ഉണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുള്ളവർ, ഇത് വാങ്ങിക്കാനായിട്ട് താല്പര്യമുള്ളവർ വാട്സപ്പ് മെസ്സേജ് ഇട്ടാൽ മതി. നമ്മൾ പാഴ്സലായിട്ട് അയച്ചു തരാം. അപ്പോൾ നല്ല ഫ്രഷ് ചെമ്മീൻ അച്ചാർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. വേറൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് വരാം. ബൈ.